മക്കളെ, നമുക്കിന്ന് ബോളി ഉണ്ടാക്കാം. ബോളി പാൽപ്പായസം. ബോളിക്ക് വേണ്ട മൈദ. ഈ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് മൈദ. പിന്നെ കടലപ്പരിപ്പും അതുപോലെ തന്നെ സെയിം തന്നെ എടുക്കണം. നമ്മളിപ്പോൾ കടലപ്പരിപ്പ് എത്ര എടുക്കണോ അത്ര തന്നെ മൈദ എടുക്കണം. പഞ്ചസാരയും ഇതേപോലെ തന്നെ കടല എത്രയുണ്ടോ അത്ര തന്നെ പഞ്ചസാര എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് കൊണ്ടാണ് 4 ഗ്ലാസ് കടലപ്പരിപ്പ് എടുത്തത്. അപ്പോൾ പഞ്ചസാര അത്ര തന്നെ ഇടണം. അപ്പോൾ മൈദ കണ്ടോ. അപ്പോൾ നമുക്കതിൽ മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ട് നന്നായി കുഴയ്ക്കണം. കാണിക്കാം കേട്ടോ. ഇതിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ കുഴയ്ക്കുക. നല്ല നന്നായി കുഴയ്ക്കണം. കൈമ ഒട്ടുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക, വീണ്ടും കുഴയ്ക്കുക. അപ്പോൾ ഈ കൈമ ഒട്ടൽ മാറണ വരെ നന്നായി കുഴയ്ക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചു, വീണ്ടും കുഴയ്ക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ കൈമലത്തെ ഒട്ടലൊക്കെ മാറി. അപ്പോൾ നമ്മൾ ഇനി അതിൽ നിറച്ച് എണ്ണ ഒഴിച്ച് വയ്ക്കണം. കണ്ടോ കയ്യിലത്തെ. ഇപ്പം മാവ് നന്നായിട്ട് പാകം വന്നില്ലേ. കുഴച്ച് ഇനി അതിൽ എണ്ണ ഒഴിക്കണം. നിറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കട്ടെ കേട്ടോ. എണ്ണ ഒഴിക്കണേ. ഇതിങ്ങനെ മുങ്ങി കിടക്കണം മാവ്. അപ്പോഴേ മാവ് നല്ല പാകം ആയിട്ടിരിക്കുള്ളൂ. അതുകൊണ്ടോ ഈ എണ്ണ കുഴപ്പമില്ല. നമുക്കത് ഇതാകുമ്പോൾ ഊറ്റി വയ്ക്കാം. ഊറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നല്ല ഇതായിട്ടിരിക്കണം. അപ്പോഴേ മാവിന് നല്ലൊരു മയം വരുള്ളൂ. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പരിപ്പ് കഴുകി കുക്കറിലിടാം. പരിപ്പ് നല്ലോണം കഴുകി ഇതേ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ പരിപ്പിനേലും മേലെ നിൽക്കണം വെള്ളം. അത് പരിപ്പ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയും. എന്നാൽ നമുക്കിത് അടപ്പത്ത് വയ്ക്കാം. അടപ്പത്ത് വെച്ച് 3 വിസിൽ വരുത്തണം. ഓക്കെ. പരിപ്പ് വെന്തത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇരുന്ന് ചൂടാറട്ടെ, എന്നിട്ട് വേണം ഇത് അരയ്ക്കാൻ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നല്ലോണം ചൂടാറി. ഇനി അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ട് കാണാം. മക്കളെ, അരച്ച് കൊണ്ടുവന്നു കേട്ടോ. ഇനി നമുക്കതിൽ പഞ്ചസാര ഇടാം. 4 ഗ്ലാസ് പരിപ്പാണ് ഇട്ടിരിക്കണേ. അപ്പം 4 ഗ്ലാസ് പഞ്ചസാര ഇടണം. ഇതേ പഞ്ചസാര ഇട്ടിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. ഉരുകി വരട്ടെ കേട്ടോ. അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ അത് ചെയ്യാൻ, അല്ലെങ്കിൽ അടി പിടിക്കാണ്ട് നോക്കണേ. നല്ല ഇങ്ങനെ ഇളക്കി നല്ല കട്ടയായിട്ട് വരും. പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അതൊന്ന് വറ്റിക്കണം. അപ്പോൾ നല്ല വറ്റി ഇതായിട്ട് വരും. ഇതുപോലെ ആയിട്ടുണ്ട്. ഏലക്കപ്പൊടി കുറച്ചിട്ടു, പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. മക്കളെ, ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറിയിട്ട് വേണം നമുക്ക് ബോളിയുടെ പണി തുടങ്ങാൻ. ഇത് പായസത്തിൻ്റെ അരിയാണ്. 3 പിടി അരി. 1 പിടി അരി 1 ലിറ്റർ പാലിനാണ്. ഇത് 3 ലിറ്റർ പാലിൻ്റെ അരിയാണ്. അപ്പോൾ 3 പിടി. നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യാം.
3 ഗ്ലാസ് പഞ്ചസാര കേട്ടോ. അത് 3 ലിറ്റർ പാലിന് 3 ഗ്ലാസ്, അതിന് 3 പിടി അരി. അപ്പോൾ 1 ഗ്ലാസ്സാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു ലിറ്റർ പാലിന് വെച്ചാൽ 1 ഗ്ലാസ് പഞ്ചസാര ഇടണം, 1 പിടി അരി ഇടണം. ഇത്തിരി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മൾ കാരമൽ ചെയ്യാൻ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അത് അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മൾ ഉരുക്കിയെടുക്കണം കേട്ടോ. നല്ല തീയിൽ തന്നെ ഇടണം, പക്ഷെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ നിറം മാറാൻ പാടില്ല. ഈ നിറത്തിൽ പാലൊഴിക്കാൻ പോണേ. പാല് നീങ്ങി നിന്നിട്ട് ഒഴിച്ചോളൂ കേട്ടോ, കാരണം ഇത് കട്ടിയാവും, പിന്നെ മോട്ടയ്ക്ക് തെറിക്കുകയും ചെയ്യും. കട്ടിയാവുന്ന വെച്ചിട്ട് പേടിക്കേണ്ട, നല്ലോണം ഇളക്കി നമ്മൾ കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കുക. നോക്കൂ, ഇതിപ്പോൾ ആ കട്ട പിടിച്ചതൊക്കെ മാറി കണ്ടോ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം പാല് തിളയ്ക്കണം, തിളച്ചിട്ട് വേണം അരിയിടാൻ. നമുക്കിനി ഇതിൽ അരിയിടാം കേട്ടോ. ഇനി നമുക്ക് കുക്കറേ അടച്ചു വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വയ്ക്കാൻ. പിന്നെ അത് ഇതൊന്നും ഇങ്ങനെ ആവി മേലേക്ക് വരുമ്പോൾ വെയിറ്റ് ഇടുക. ഇത്ര ഉള്ളൂ. ഒരു 1-1.5 മണിക്കൂർ വയ്ക്കണം. ഇത് വെന്ത് നല്ല കുറുകി വരണം പായസം. മുകളിലേക്ക് ഇങ്ങനെ ഇത് വരരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. നമുക്കിതിൻ്റെ എണ്ണ ഒന്ന് ഊറ്റിയെടുക്കാം. അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഉണ്ട എടുത്തിട്ട് മൈദയിലാണ് കോട്ട് ചെയ്യുക. എന്നിട്ട് കോട്ട് ചെയ്ത് അരിപ്പൊടിയിൽ തൊട്ടിട്ട് ആണ് ബോളി ഉണ്ടാക്കുക. നമ്മൾ അതിനെ കോട്ട് ചെയ്യാൻ പോവാണ്. മൈദ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ആക്കണം. എന്നിട്ടാണ് ഈ ഉണ്ട എനിക്ക് വയ്ക്കുക. അതിനിങ്ങനെ കോട്ട് ചെയ്യണം. കുറേ മൈദ വേണ്ട കേട്ടോ, അതിന് ബാക്കിയുള്ളത് നമ്മൾ എടുത്ത് മാറ്റുക. അരിപ്പൊടിയിൽ ഒന്ന് മുക്കി പരട്ട്. പൊടി ഉണ്ടാക്കാൻ വേണ്ടി ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെന്ന് വെച്ചാൽ ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ സിമ്മിലിടണേ, അല്ലെങ്കിൽ ബോളി കരിയും. നമുക്ക് ഇനി ബോളി ഉണ്ടാക്കാം. അതിൽ കുറച്ച് നെയ്യ് പുരട്ടണേ. നെയ്യ് പുരട്ടിയിട്ട് വേണം ഒന്ന് അങ്ങോട്ട് കൂടെ മറിച്ചിട്ട് എടുക്കാം.
മറച്ചിട്ടിട്ടും ഒന്ന് ഇച്ചിരി നെയ്യ് വരട്ടണം. മക്കളെ, നമ്മൾ പായസം ഉണ്ടാക്കി ഫിനിഷായി കേട്ടോ. അമ്പലപ്പുഴ പാൽപ്പായസമാണേ. ബോളി പാൽപ്പായസം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻ്റ് ഇടണേ. താങ്ക് യു.